ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വരുന്നത്, ഇന്ന് ഞായറാഴ്ചയാണ്, ഒരു അവധി ദിവസമാണ്, വീട്ടിലാളുണ്ട്. അപ്പോൾ ഒരു പണിക്കാരൊക്കെ വിളിച്ചു. എൻ്റെ ബോഗൺവില്ല കാട് പിടിച്ച് കിടക്കുക. ആ കാട് പിടിച്ച് കിടക്കുന്ന ബോഗൺവില്ലിനെ ഒക്കെ ഒന്ന് വെട്ടാന്ന് തീരുമാനിച്ചു. ഒക്കെ പൂവുണ്ട്, എന്ത് ചെയ്യാനാ, നമുക്ക് സങ്കടമുണ്ട് വെട്ടുന്നതിൽ. പക്ഷെ എങ്ങനെ കാടായാൽ പറ്റില്ല, അത് റോഡ് സൈഡല്ലേ. അപ്പം ഞാൻ കാട് ആയത് ബോഗൺവില്ല വെട്ടുന്നതും കൊണ്ടുപോയിടുന്നതും അവസാനത്തെ ലുക്കും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി. ഇതൊക്കെ ഇപ്പം എൻ്റെ മുമ്പിലുള്ള പൂക്കളാണ്. പലതരം പൂക്കൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ബോഗൺവില്ല ഞാൻ കൂടുതൽ പിടിപ്പിച്ചത് കേട്ടോ. ചുവപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, കട്ട ചുവപ്പുണ്ട്, പിന്നെ റോസ് കളറുണ്ട്. അതെല്ലാം അങ്ങ് തിങ്ങി നിറഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാ ചെടികൾക്കും ഒരേപോലെ അല്ല പ്രൂണിങ് നടത്തുക കേട്ടോ. ബോഗൺവില്ലക്ക് ഒരു ടൈമിന്, മറ്റു പൂക്കൾക്ക് വേറെ ടൈമിനാണ്. ഈ ബോഗൺവില്ല പൂവിടുന്നത് വേനൽക്കാലത്താണല്ലോ. ചില ചെടികൾക്ക് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാലാണ് പ്രൂണിങ് നടത്തുക. ഈ ബോഗൺവില്ല മഴക്കാലം തുടങ്ങിയ പ്രൂണിങ് നടത്തണം എന്നാ. മഴക്കാലത്ത് പൂവിടില്ലല്ലോ. ഇപ്പൊ എന്തോ അറിയില്ല, ഈ ഒരു കൊല്ലം കാണുന്നുണ്ട് ജൂലൈ ആഗസ്റ്റിലൊക്കെ ബോഗൺവില്ലയിൽ പൂക്കൾ. അതൊക്കെ ഇപ്പൊ ഉണ്ടായതാ, പുതിയ പൂക്കളായതല്ലോ. റോഡ് സൈഡാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ വെട്ടി മാറ്റല്ലാതെ വേറെ മാർഗമില്ല. എനിക്ക് സ്വന്തമാവൂല കേട്ടോ, ഇങ്ങനെയുള്ള പണികൾക്കൊന്നും എനിക്ക് സ്വന്തമാവൂല. അതിന് ആള് തന്നെ വേണം. അതുപോലെ ബോഗൺവില്ലയിൽ ഭയങ്കര മുള്ള. അങ്ങനെ മെല്ലെ മെല്ലെ പണിക്കാരന് നല്ല പ്രയാസമുണ്ട് വെട്ടാനിതാ. ഈ പൂക്കളെല്ലാം അങ്ങ് വെട്ടി പൂക്കുക. സങ്കടം കാണുമ്പോൾ. സാധാരണ ഈ ബോഗൺവില്ല ഈ മാസത്തിൽ പൂക്കൾ ഇങ്ങനെ ഒന്നും ഉണ്ടാവലില്ല. അങ്ങനെ ഇതാ വെട്ടി വെട്ടി ഇങ്ങനെ മുറ്റത്ത് ഇട്ടിണ്. ഒരാൾ വെട്ടുക, ഞാനിങ്ങനെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇപ്പം ചെയ്യുന്നത്. കൊല്ലം കൊല്ലം ഇങ്ങനെ ചെയ്താൽ, ഈ പ്രൂണിങ് ചെയ്താലുള്ള മെച്ചം എന്താണെന്നറിയോ, നല്ല കരുത്തിൽ വളരും ചെടികൾ. പിന്നെ പൂക്കൾ ധാരാളം ഉണ്ടാവും. കാരണം പ്രൂണിങ് കഴിഞ്ഞാൽ പുതിയ തളിര് വരികയാണല്ലോ. പുതിയ തളിര് വന്നാൽ പൂക്കൾ ഉണ്ടാവും. ഇത് മെലസ്റ്റോമയാ. മെലസ്റ്റോമക്ക് പ്രൂണിങ് ചെയ്യുന്നില്ല, അതിൻ്റെ മുമ്പ് ചെയ്തിരുന്നു. ആ ചെയ്തതിൻ്റെ ഗുണമാണ് ആ കാണുന്നത്, പൂക്കൾ. മെലസ്റ്റോമൻ്റെ പൂക്കൾ ഉണ്ടായി കണ്ടില്ലേ. ഇതിൻ്റെ മുമ്പ് വെട്ടിക്കൊടുത്ത് പുതിയ തളിരുണ്ടായി. ഇത് പുതിയ ചെടി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, തളിര്. ഈ തളിര് പൊട്ടിച്ചു കൊടുക്കുക. ഈ തളിര് പൊട്ടിച്ചിട്ട് നമ്മൾ മണ്ണിട്ട് ഒരു പാത്രത്തിൽ അങ്ങ് കുഴിച്ചിട്ടതാ. ഞാനിതിങ്ങനെ നട്ടതാ, എൻ്റെ തളിര് നട്ടതാ. അത് മെലസ്റ്റോമൻ്റെ ഒക്കെ പ്രൂണിങ് സമയത്ത് നടത്തിയതാ. ഉണ്ടോ മുള വിരുന്ന് അങ്ങൊന്നും മുള വന്ന് കഴിഞ്ഞു. ഇതിന് വേരൊക്കെ ആയി. ഞാൻ വേറെ മാറ്റി നട്ടിട്ടുണ്ട്. വേറെ ഇതിൻ്റെ മുമ്പ് മാറ്റി നട്ട് ഞാൻ കാണിച്ചത് ഇതാ. ഇതൊക്കെ പ്രൂണിങ് സമയത്ത് ഞാൻ മാറ്റി നട്ടുണ്ടായതാണിത്. ഇത് മെലസ്റ്റോമ കേട്ടോ, ബോഗൺവില്ല പോലെയല്ല. മെലസ്റ്റോമിൻ്റെ മുമ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാ ഈ ചട്ടിയിൽ എനിക്ക് വലുതായി വരുന്നുണ്ട്. ഇതാ വേറൊന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടികൾ പ്രൂണിങ് ചെയ്താലുള്ള ഗുണങ്ങൾ. നമ്മൾ മാറ്റി നട്ടാൽ നല്ല ശക്തിയിൽ വേറെ ഉണ്ടാവും. പിന്നെ മാതൃ ചെടി തന്നെ നല്ല ഉഷാറിലും ഇങ്ങോട്ട് വരും. അങ്ങനെ വന്ന മെലസ്റ്റോമ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇപ്പം ബോഗൺവില്ലക്ക് ഇനി വരണമെങ്കിൽ ഇതെല്ലാം വെട്ടി മാറ്റി പുതിയ തളിര് വന്ന് വേനലാവുമ്പോഴാണ്. ഇത് മെലസ്റ്റോമ പ്രൂൺ ചെയ്തതിന് ശേഷം ഉണ്ടായതാ. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഈ റോഡ് സൈഡ് ആകുമ്പോൾ കുറേ ഭാഗം അങ്ങോട്ടേക്കും കുറേ ഭാഗം ഞങ്ങളെ മുറ്റത്തേക്കും. അപ്പോൾ ഇത് റോഡ് സൈഡിനുള്ളതാ, പുറത്തേക്ക് ചാടി. ഇതെല്ലാം പൂക്കൾ കണ്ടോ, താഴെ വെട്ടിയിട്ട് നല്ല മുള്ളും. 2-3 കമ്പ് മെല്ലെ വലിച്ചിട്ട് കൊണ്ടുപോകണം. ഇത് വെട്ടി വെട്ടി എൻ്റെ ഗേറ്റിൻ്റെ മേലുള്ളത് കുറഞ്ഞു. നന്നായിട്ട് പണിയെടുക്കണം കേട്ടോ ഇതിന്. ഇതും പ്രൂണിങ്ങിന് ശേഷം ഉണ്ടായ പൂക്കളാണ്. ഇത് വെട്ടാനൊക്കെ എന്നോട് തന്നെ കഴിയും. ഇത് താഴെയാണ്, ചെറുതാണ്. ഒരു പൂവുണ്ടായി കഴിഞ്ഞ് ഉണങ്ങിയ ആ കമ്പങ്ങ് വെട്ടു ഞാൻ. അതും ഒരു തരം പ്രൂണിങ് തന്നെയാ.
അപ്പം ആ കമ്പ് ഇങ്ങ് പൊട്ടിച്ച് വേറെ കുഴിച്ചിട്ടാൽ ഇവിടെ കുറേ തളിരും വരും, ആ കൊമ്പും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതാണ് ഈ ജെറേനിയ. ജെറേനിയ അങ്ങനെ പൊട്ടിച്ച് വളർന്നതുണ്ട്, താഴെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാ ഇത് ഞാൻ പ്രൂണിങ് സമയത്ത് പൊട്ടിച്ചിട്ട് നട്ടതാ. ഇതും ഞാൻ പൊട്ടിച്ച് നട്ടതൊക്കെ വളർന്ന് വരുന്നുണ്ട്. ഇത് ഡെയ്സിയും പ്രൂണിങ്ങിന് ശേഷം നന്നായി പൂവിടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ആളെ വിളിക്കണമെന്നില്ല, എനിക്ക് തന്നെ ആവും. ബോഗൺവില്ലക്ക് മാത്രമേ എനിക്ക് ആള് വേണ്ടൂ. ഇതാ ഞാൻ പ്രൂണിങ്ങിന് ശേഷം വേറെ നട്ട് പൂവിടാൻ തുടങ്ങി. മുട്ട കണ്ടില്ല, ധാരാളം മുട്ട്. ഇനി മേലൊന്ന് കട്ട് ചെയ്യും ഞാൻ. കട്ട് ചെയ്താൽ ഇത് ചെറിയൊന്ന് പിടിപ്പിച്ചത് ഞാൻ പൂവിട്ടു. ഇതെല്ലാം പ്രൂണിങ്ങിനോടുള്ള ഒരു ചെടിയിൽ നിന്നാണ് ഞാൻ എൻ്റെ ആന്തൂറിയൻ ചെടികൾ പ്രൂണിങ് ചെയ്ത് ഇങ്ങനെ മുറിച്ചെടുത്ത് കിഴങ്ങോട് കൂടെ അങ്ങോട്ട് എടുത്തിട്ട് 3-4 പാത്രത്തിലാക്കി നട്ട്. അതാ 1, 2 ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ചെടി വാങ്ങാൻ. അങ്ങനെ എൻ്റെ അയൽവാസി വന്നതാ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വെട്ടി കൊടുക്കും. ഞാനിങ്ങനെ ഓർക്കും വെട്ടും ആരെങ്കിലും വന്ന് ഈ പീസൊക്കെ വാങ്ങിക്കൊണ്ടുപോയി നട്ടാൽ എന്തുപോലെ ഉണ്ടാവും. അങ്ങനെ കുറച്ചാൾക്കാർ വന്നു, ഞങ്ങൾ അവർക്ക് നല്ല കമ്പ് കൊടുത്തു. ഈ സാൽവി ഞാൻ വെട്ടി മാറ്റുക നാളെ എന്ന് കഴിയില്ല. സാൽവിയൊക്കെ ഞാൻ തന്നെ മതിയല്ലോ. പിന്നെ ഞാനിതാ ബോഗൺവില്ലേൻ്റെ കമ്പ് മെല്ലെ പിടിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര മുള്ളുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ വീടിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ അങ്ങനെ കൊണ്ടുപോവുക. ബാക്കിലുള്ള ഞങ്ങളെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക. ഇത് റോട്ടുമേലൊന്നും ഇടാൻ പറ്റില്ലല്ലോ, റോഡൊക്കെ നന്നാക്കി കൊടുക്കണമല്ലോ. ഭയങ്കര മുള്ള. ഇപ്പം ഇതെല്ലാം ഞാൻ വലിച്ച് കൊണ്ടുപോയിട്ട് വീടിൻ്റെ ബാക്ക് കൊണ്ടുപോയി ഇടുക. കത്തിക്കാനും പറ്റില്ല, ചെടികൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല. മുള്ളായിട്ട് മുള്ള് പിടിക്കാൻ കഴിയുന്നില്ല. അത് ഞങ്ങളെ ബാക്കിലുള്ള സ്ഥലം. അവിടെ ഇങ്ങനെ കൊണ്ടുപോയി തട്ടിനിതാ കുറേ ഇതന്നെ പണി. വെട്ടുക, ഞങ്ങനെ കൊണ്ടുപോയി ഇടുക. പൂക്കൾ കണ്ടില്ലേ, നല്ല നല്ല പൂക്കൾ, ഓറഞ്ച് കളറുള്ള പൂക്കൾ. ഞാൻ എല്ലാവരോടും ചോദിക്കും കമ്പ് വേണോ. അപ്പം നല്ല ടൈമാണ് നടാൻ. അല്ലാത്ത സമയത്തൊക്കെ ആൾക്കാർ മഴ വരാൻ ഒരുങ്ങിയിട്ടുണ്ട്, അതിന് ഓടുക. കുറേ കമ്പുണ്ടല്ലോ, മുറ്റം നിറച്ചും റോഡ് നിറച്ചും കമ്പാ. അവിടെയൊക്കെ വേഗം കഴിഞ്ഞാലേ വൈകുന്നേരമാണ്. ഇപ്പോൾ എല്ലാം കുറേ അങ്ങിട്ട് കഴിഞ്ഞു, ഞാൻ അടിച്ചു വാരുക. ആളുണ്ടെങ്കിൽ നല്ല സുഖം. അങ്ങനെയുള്ള പണിയൊക്കെ സ്വന്തം എടുക്കുമ്പോൾ ഒരു മടുപ്പ് വരിക. അങ്ങനെ പണിയൊക്കെ അങ്ങ് തീരാൻ നോക്കുമ്പോൾ അതാ വരുന്നു മഴ. നല്ല മഴ. ഇപ്പം കുറച്ച് കുറഞ്ഞു. മൊത്തം അടിച്ച് വൃത്തിയാക്കാനായില്ല, കയറേണ്ടി വന്ന് ഓടിക്കയറി. ഇതാ ഫൈനൽ ലുക്ക്. എൻ്റെ ഗേറ്റിൻ്റെ മേലെയുള്ള ബോഗൺവില്ല. ഇനി ഒരു പൂവ് ഇപ്പം എൻ്റെ ബോഗൺവില്ലയിലില്ല, ഒക്കെ വെട്ടി അങ്ങോട്ട്. സാരല്ല, സങ്കടമല്ല. ഇതിനേക്കാളും ഇപ്പം ഉണ്ടായതിനേക്കാൾ ശക്തിയിൽ ഇനിയും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. മഴയും പെയ്തല്ല വെട്ടിയതിന് ശേഷം. കാണുമ്പോൾ ഒരു സുഖമല്ല, പഴയതല്ല, തിളങ്ങിയോട്ട് നിന്നിരുന്നു. ഇത് പേടിയായിട്ടാ, ഇരുട്ടും റോഡ് സൈഡുമാണ് മൊത്തം അങ്ങ് നിറഞ്ഞിട്ട്. അതുകൊണ്ട് അത് വെട്ടാൻ കാരണം തന്നെ. എൻ്റെ മെലസ്റ്റോം അങ്ങ് പുറത്തേക്കൊക്കെ ചാടിന് വെളിച്ചത്തിലേക്ക് വന്നു. ഇത് ബോഗൺവില്ല അങ്ങ് മൂടിപ്പോയിരുന്നു. ബോഗൺവില്ല മെലസ്റ്റോമക്കും കൂടെ കത്തി വെച്ചിരുന്നു, വേണ്ടാന്ന് വെച്ചതാ. ഈ തൂങ്ങി നിൽക്കുന്ന ഇതൊക്കെ ഒന്ന് വെട്ടണം എന്ന് കരുതിയിരുന്നു. പിന്നെ ഈ പൂക്കളെ കണ്ടിട്ടേ സങ്കടമാകുക, വെട്ടാൻ തോന്നുന്നില്ല. അതെങ്ങനെ വെട്ടിപ്പോക്കുക നമ്മൾ. എന്താ കർഷകരെ മുറ്റാണ്, എല്ലാം ഉണ്ടാവും. വാഴക്കന്ന് ഇതാ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നാളെ ഇനി പണിക്കാർ വരും നടണം. എൻ്റെ റോഡ് സൈഡ് കാണിച്ചു തരാം. അതിൻ്റെ മുൻഭാഗം ഇതാ വെട്ടിയാലുള്ള അവസ്ഥ, വെട്ടിപ്പോയ അവസ്ഥകളായത്. എങ്ങനെ ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്നല്ലേ, ഇപ്പം ഒന്നുമില്ല. ഇനിയൊന്നും കാണിക്കാനില്ല എനിക്ക്. ഇനിയിപ്പോൾ ഉണ്ടായി വരണം.
ഈ സാൽവിയെ നോക്ക് നന്നായിട്ട് പൂവിട്ട് ഇത് വെട്ടി കേട്ടോ, ഇത് നിർത്തുന്നില്ല, ഇതും വെട്ടി. കാട് വേണ്ട, ഇനി കാട് വേണ്ട, ഇതെല്ലാം വെട്ടിപ്പോക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം ഗാർഡനിങ് ആയിരുന്നു. ഒരാളെ വിളിച്ച്, ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് എടുക്കൂല. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.